ആരെ കൊണ്ടേക്ക? ഞങ്ങൾ ഞങ്ങളുടെ കൊട്ടാരത്തിലാണ്. ഓ ജമ്മി സൈഡിൽ കൂടെ പോയിക്കൂടെ, ചെവി അടിച്ച് പൊളിക്കുന്നു. ഓ ജമ്മി പരിചെല്ലാം പറഞ്ഞിരുന്നു. നിങ്ങളതിൻ്റെ പരിചയം നമുക്ക് ക്രിസ്മസ് ഇവിടെ പൊളിക്കാൻ പറഞ്ഞിരുന്നു. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ, രാവിലത്തെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അതായത് രാവിലത്തേക്ക് ഞങ്ങൾക്ക് പുട്ടും അതുപോലെ പപ്പടവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞാനും കിച്ചുമോളെയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയി. അത് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ദാ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ദാ ചോറിനൊക്കെയുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറി ഉണ്ടാക്കണം. അപ്പോൾ മീനൊക്കെ കഴുകി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ അരി ഇടാനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകുകയാണ് കേട്ടോ. തത്ത കുളിക്കുന്നുണ്ട്, കിച്ചുമോൾ അവിടെ ഉണ്ട്. ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ കഴുകട്ടെ കേട്ടോ. വെള്ളം ചൂടായി കിടക്കണം. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു, ഇളക്കി. ഇനി ഇതൊന്ന് തിളച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം. പിന്നെ ഇതാ മീനൊക്കെ ഞാൻ അവിടെ നിന്ന് കടയിൽ നിന്ന് തന്നെ വെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ അതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനതൊക്കെ ഇങ്ങനെ ഓരോ കഷ്ണത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞു. തൊലി കളഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു വേറൊരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരോ തൊലിയൊക്കെ കളഞ്ഞു അവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് പരിപ്പും വെള്ളരിക്കയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഞാൻ മീനിലേക്കുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കറി എന്ന് പറയുമ്പോൾ വലിയ കറിയില്ലാതെ ഇങ്ങനെ വറ്റിച്ചെടുക്കുമല്ലോ, അങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ നമ്മൾ രാവിലെ നിന്ന് പുട്ടിലേക്ക് ഉണ്ടാക്കാൻ പപ്പടം കാച്ചിയല്ലോ. അപ്പോൾ അതിൻ്റെ എണ്ണ കുറച്ച് അവിടെ ചട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ എണ്ണയും ഞാൻ അതിലേക്ക് ഒഴിച്ചത് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ എണ്ണ വേറെ ചേർത്തു. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഉലുവയാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് ഉലുവ, ഒരു എന്താ പറയുക 2-3 മണി ഉലുവ എന്നൊക്കെ പറയില്ല, അത്രയും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്തു. ഇനി ചേർക്കാൻ പോണത് വലിയ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം അരിഞ്ഞതാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ല, എല്ലാം അരിഞ്ഞതാണ്. ഇതൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഉപ്പിട്ട് കൊടുക്കാതെയാണ് കേട്ടോ, ഒന്ന് മൂപ്പിച്ചിട്ട് അങ്ങനെയാണ് എടുത്തത്. ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടിയാണ് ചേർക്കണത്. ഇപ്രാവശ്യം ഞാൻ വാങ്ങിയ മുളക് പൊടി തീരെ എരിവ് കുറവാണ് കേട്ടോ, ഒട്ടും എരിവില്ല. അപ്പോൾ കുറച്ച് അധികം തന്നെ ഇടണം, അതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണത്. മല്ലി ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇന്ന് ഈ മീൻകറിയിലേക്ക് നമ്മൾ മല്ലി ചേർക്കണില്ല. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊടികൾ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. 2 തക്കാളിയും ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ ഞാനിതിലേക്ക് വാളംപുളിയാണ് കൂടുതലായിട്ട് ചേർക്കണേ. വാളംപുളി കുറച്ചധികം പിഴിഞ്ഞ് ചേർക്കുകയാണ്. പിന്നെ ഒരു 2 കുടംപുളി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി എത്രത്തോളം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കുക കേട്ടോ.
ആ ഒരു സമയം കൊണ്ട് നമ്മളിന്ന് വെള്ളരിക്കയും പരിപ്പാണ് കറി ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കി ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളരിക്കൊക്കെ ഇട്ട് കൊടുത്ത് കുക്കറിലേക്ക്, അതുപോലെ പരിപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിലേക്കൊരു പച്ചമുളകും കയറി ഇട്ട് കൊടുക്കുകയാണ്, മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യണേ. പക്ഷേ ഞാൻ ഈ ഒരു കറിയിൽ തക്കാളി ഇടാൻ മറന്നുപോയി കേട്ടോ. പക്ഷേ കറിയൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. എല്ലാവരും, ഞാൻ വിചാരിച്ചു കറി ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. തക്കാളി ഇട്ടിട്ട് നമ്മൾ പരിപ്പും വെള്ളരിക്കും തക്കാളിയും കറി വയ്ക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും നമ്മുടെ കറിയോടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 2 കുടംപുളിയും കൂടെ രണ്ട് കുടംപുളിയുടെ കഷ്ണം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ കുടംപുളി ഇട്ടാണ് മീൻകറി വെക്കൽ. അപ്പോൾ ഇത് മക്കൾ പറഞ്ഞു വാളംപുളി ഇട്ട് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ എന്നാലും അതിലേക്കൊരു കുടംപുളി ഇടാനായിട്ടൊരു സമാധാനക്കേട്. ഇങ്ങനെ ഇട്ടാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാവും. അപ്പോൾ അതവിടെ തീയൊക്കെ കുറച്ചവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തക്കാളി ഇടാതെയാണ്. ഇതൊന്നും എനിക്ക് ഇത് കുക്കറിൽ വെച്ച സമയത്തൊന്നും ഓർമ്മയില്ല കേട്ടോ. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് കറിയൊക്കെ വെന്തതിന് ശേഷമാണ് ഓർമ്മയത്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തേങ്ങ അരച്ചാണ് വെച്ചത്, ഇന്ന് തേങ്ങ അരയ്ക്കാതെയാണ് കേട്ടോ വെക്കണത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളരിക്കയും പരിപ്പും വെന്തപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും ചെറുള്ളി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ മീൻകറി ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് മീൻകറി. അപ്പോൾ നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. കുക്കർ തുറന്നു. ഇത് തുറന്ന് നോക്കിയപ്പോഴൊന്നും ഇതിൽ തക്കാളി ഇടാത്ത കാര്യം ഓർമ്മയായിട്ടില്ല. കറിയൊക്കെ ഇളക്കി കൊടുത്ത് ഇനി നമ്മൾ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ച് കൊടുത്ത് കറി വറവിട്ട സമയത്താണ് എനിക്ക് ഓർമ്മയത് അതിൽ ഞാൻ തക്കാളി ഇട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷേ തക്കാളി ഇട്ടില്ലെങ്കിലും കറി ടേസ്റ്റ് കുറവോ അങ്ങനെ ബാക്കി വരികയോ ഒന്നും ചെയ്തില്ല. എനിക്ക് എന്നത്തേക്കാളും കൂടുതൽ മക്കൾ ഈ കറി കൂട്ടിയിട്ടുണ്ട്. ചോറിലേക്ക് നല്ലോണം ഒഴിച്ചിട്ടുണ്ട്. തത്ത കണ്ടപ്പോൾ എന്നോട് പറയണേ ഇനിയിപ്പോൾ അത് കളയാനല്ല ഒന്നിനും പറ്റൂലല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു ദൈവമേ തക്കാളിയൊന്നും ഇടാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ആർക്കും ഇഷ്ടാവില്ല എന്നൊക്കെ ഓർത്തിട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും കറി ബാക്കി വന്നില്ല, ഒക്കെ തീർന്നു. അപ്പോൾ ഇനി അതിലേക്കൊന്ന് കടുവും കറിവേപ്പിൻ്റെ ഒന്ന് വറുത്തിരട്ടെ കേട്ടോ. അപ്പോൾ ആ കറീൻ്റെ പരിപാടിയും കൂടെ തീരും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനായിട്ടെന്ന് പറയണത് ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ചോറും റേഷൻ കടയിലെ അരി വെച്ചുള്ള ചോറും വെള്ളരിക്കയും പരിപ്പും കറി വെച്ചതും നമ്മളെ മീൻ ഏതാണെന്നറിയോ? ചൂര എന്നും പറയും, സൂത എന്നും പറയും കേട്ടോ. അതാണ് മീൻ. അപ്പോൾ പിന്നെ രാവിലത്തെ പപ്പടം ഉണ്ടല്ലോ, പുട്ടിലേക്ക് ഉണ്ടാക്കിയ കുറച്ച് പപ്പടം ബാക്കിയുണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കണ്ടോ മീൻകറി ഇരിക്കണമല്ലോ, നല്ല വറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ തത്ത എന്ത് ചെയ്തു, വേഗം പാത്രവും ചോറൊക്കെ എടുത്ത് വിളമ്പുന്നുണ്ട് കേട്ടോ. മീൻകറിയൊക്കെ നല്ല അടിപൊളി മണമായിരുന്നു. ചോറ് നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. മീനും കറിയും നമ്മുടെ വെള്ളരിക്ക കറിയും ഒക്കെ എടുത്ത് കഴിക്കണം. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറിനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും കിച്ചുമ്പോഴും കൊണ്ട് വീട്ടിൽ പോവുകയാണ് കേട്ടോ. അങ്ങോട്ട് നമ്മളെ പൊട്ടിക്കല്ല് പോവുകയാണ്. അവിടെയാണ് എനിക്ക് ഓക്സിലറി ഉള്ളത്. എല്ലാ സൺഡേ ഉണ്ട്. പക്ഷേ സാധാരണ നമ്മൾ എല്ലാ ദിവസവും ശനിയാഴ്ച പോകലുണ്ട് കേട്ടോ. പ്രാവശ്യം ഇനിയിപ്പോൾ തത്തയ്ക്കൊക്കെ തിങ്കളാഴ്ച എക്സാം ആയതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അപ്പോൾ ഓക്സിലറിക്ക് പോവുകയാണ്. അപ്പോൾ കിച്ചുമോൾ നിൻ്റെ കൂടെ വന്നു കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ പോകട്ടെ. ശരിയെടുത്ത് പോകാൻ പറ്റുമോ? ഗൈസ് ഓക്സിലറി കഴിഞ്ഞു. ഞങ്ങൾ എന്താ പറയുക, അങ്ങനെ ഓക്സിലറീൻ്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പൂക്കോട്ടുംപാടത്തായിരുന്നു. നിങ്ങൾ നിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, അമ്മ കുളിക്കാൻ വേണ്ടി പുഴയിൽ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പുഴയ്ക്ക് വന്നിട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നു. അമ്മേൻ്റെ കുളി കഴിയണവരെ, അലക്കലും കുളിയും കഴിയണവരെ അവിടെ അങ്ങനെ ഇരുന്നു, വർത്താനം പറഞ്ഞു. പിന്നെ കഴിഞ്ഞതാ അമ്മമ്മയും കിച്ചുട്ടി അങ്ങനെ നടന്നു പോവാണ്. പുറകിൽ അമ്മേനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും. വണ്ടി വന്നൊക്കെ എന്താ നല്ല വ്യാപിയായിട്ടില്ല. ഇപ്പം ഞാൻ പോട്ടി. അപ്പം ഇന്നത്തെ
എന്താ പറയുക വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് വന്നു, പിന്നെ അമ്മേനെ കണ്ട് ഞങ്ങൾ അപ്പോൾ തന്നെ തിരിച്ച് പോകും. അധികം നേരമൊന്നും നിന്നില്ല കേട്ടോ. 6 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വന്ന് കിച്ചനോട് പഠിക്കുകയാണോ ഓക്കെ, കിച്ചനോട് പഠിക്കുകയാണ്. തത്ത അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.